അതുപോലെ തന്നെ ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുൻ മന്ത്രി സഖാവ് സജി ചെറിയാൻ. സഖാവ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ സൂചിപ്പിക്കുമെന്നുള്ളത് ഞാൻ ഒന്നും പറയുന്നില്ല. സഖാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഖാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് അഭിലാഷിനെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ പ്രിയങ്കരനായ നേതാവ് സഖാ പുത്തങ്കര വിജയൻ ഈ ജാഥയുടെ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റനായിരിക്കുന്ന സഖാവിനെ ഞാൻ ഈ സംഘാടക സമിതിയുടെ പേരിൽ CPM കാട്ടാട് ഏരിയ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ജാഥയുടെ മാനേജർ നമ്മുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് സഖാവ് ഗിരിക്ക് ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. സഖാവ് ഗിരിയെ സഖാവ് മണികണ്ഠൻ സ്വീകരിക്കും. അതുപോലെ നമ്മുടെ MLA പ്രിയങ്കരനായ MLA സഖാവ് സഖാവ് സ്റ്റീവൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവിന്റെ സഖാവ് KP അജയൻ സ്വീകരിക്കും. അതുപോലെ തന്നെ മറ്റ് ജാഥയുടെ അംഗങ്ങളായ സഖാക്കൾ IV സതീഷ്, വിജയകുമാർ, വിജയൻ, സുരേഷ്, സനൽകുമാർ കവിത മുഴുവൻ സഖാക്കളെയും പാർട്ടി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. ഇവിടെ സമയം ചുരുക്കമായതുകൊണ്ടാണ് ചുരുക്കുന്നത്. ഈ യോഗം വിജയിപ്പിക്കാൻ ഇവിടെ ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കൾക്കും പാർട്ടി സംഘാടക സമിതിക്ക് വേണ്ടി ഈ നാടിന് വേണ്ടി ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്ന സഖാക്കളെ ലാൽ സലാം. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് സജി ചെറിയാനിയോട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് കേരളത്തിലെ എല്ലാ ഏരിയ തലത്തിലും ഇത്തരം വാഹന പ്രകടന ജാഥകൾ സംഘടിപ്പിക്കും. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് പുത്തങ്കട വിജയൻ ക്യാപ്റ്റനായി, പാർട്ടി ഏരിയ സെക്രട്ടറി K ഗിരി ജാഥാ മാനേജരുമായ ജാഥയാണ് ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത്. ഈ ജാഥാ പര്യടന പരിപാടി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതാണ് ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 6 വർഷം പിന്നിടുകയാണ്. 2016 നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ഉള്ള കേരളമല്ല ഇന്നത്തെ കേരളം. നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യം അധികാരത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷേ ആ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. 2 വർഷം മാത്രമാണ് നമുക്ക് ഭരിക്കാൻ കിട്ടിയത്. നമ്മുടെ നാട്ടിൽ അന്ന് ഉയർന്നു വന്ന നവോത്ഥാന സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് നിയമപരമായി പരിഹാരം കാണാനുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിച്ചത്. കാർഷിക നിയമം, വിദ്യാഭ്യാസ നിയമം, തൊഴിൽ നിയമം, അത്തരത്തിൽ ഈ നാട്ടിൽ ഭൂമിയില്ലാത്തൊരു ഭൂമി കൊടുക്കുക, തൊഴിലാളികളുടെ തൊഴിൽ വ്യവസ്ഥ ചെയ്യപ്പെടുന്ന നിയമങ്ങൾ, ഭരണഘടന പറയുന്ന എല്ലാവർക്കും വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമായി ലഭിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങൾ, ഇതൊക്കെ നമ്മൾ ആവിഷ്കരിച്ചത് കേരളത്തിലെ വലതുപക്ഷത്തിന് സഹിച്ചില്ല. ഈ കേരളത്തിലെ ജാതി, സമുദായ, വലതുപക്ഷ എല്ലാം ഒന്നിച്ചു.
കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റ് ഭരണഘടനയെ അവർ ഒരുപാട് വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആ മഹത്തായ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഭരിച്ചത്. പിന്നീട് 1967 വരെ നമ്മൾ കാത്തു. 67 നമ്മൾ അധികാരത്തിൽ വന്ന് 2 വർഷം ഇരിക്കുന്നു. അന്ന് കാലുവരുത്താണ്. അന്നാണ് 1967 ഗവൺമെന്റ് കാലത്താണ് കേരളത്തിൽ ആദ്യമായി ഭൂപരിഷ്കരണം സമ്പൂർണമായി നടപ്പാക്കാനുള്ള ഐതിഹാസികമായ നിയമം നിർമ്മിച്ചത്. കുടിയിറപ്പുകാരന്റെ ജന്മാവകാശം നേടിക്കൊടുത്തത് 57 ഗവൺമെന്റ് ആണെങ്കിൽ കൃഷിക്കാരന് കൃഷിഭൂമി കൊടുത്തത് 67 ഗവൺമെന്റ്. ആ ഗവൺമെന്റ് അട്ടിമറിച്ചു. പിന്നീട് നമ്മുടെ രാജ്യത്ത് 75 അടിയന്തരാവസ്ഥ. രാജ്യത്തിന്റെ പരമോന്നത നീതി വ്യവസ്ഥകളെ എല്ലാം ലംഘിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോടതി വിധി, ആ വിധിക്ക് ശേഷം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എല്ലാവരെയും പിടിച്ച് ജയിലിട്ടു. ആയിരക്കണക്കിന് ആളുകളെ കൽത്തുറുക്കിൽ ഇട്ടു എന്ന് മാത്രമല്ല, ക്രൂരമായി പോലീസിന്റെ മർദ്ദനത്തിന് വിധേയരായി കൊല്ലപ്പെട്ടു. അതിനുശേഷം നമ്മൾ നടന്ന പാർലമെന്റിൽ തുന്നം പാടി. 1980 നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 ആളുകൾ കാലുവാരി 2 വർഷം ഭരിക്കാൻ പറ്റി. ആ 2 വർഷമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ നിരവധി ജനകീയ പരിഷ്കാരങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. പിന്നെയും നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. 87 മുതൽ 91 വരെ 4 വർഷം ജനകീയ ആസൂത്രണ പ്രവർത്തനം അടക്കമുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം. 97 2001 കഴിഞ്ഞ് പിന്നെ 2007 പിന്നെ 2016. ഈ വർഷങ്ങളിൽ മാത്രം അധികാരത്തിലിരുന്ന ഒരു പാർട്ടി, ഒരു മുന്നണി നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു തുടർഭരണം ഇന്ന് നേടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും അഭിമാനകരമായ. ഈ തുടർഭരണം വലതുപക്ഷത്തെ വല്ലാതെ ജനിച്ചിട്ടുണ്ട്. ഈ തുടർഭരണം മാധ്യമ മേഖലയിലെ വലതുപക്ഷക്കാരെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തുടർഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ എങ്ങനെയാണ് ആക്ഷേപിച്ച് താഴെ ഇറക്കാൻ കഴിയുന്നത്? 5 വർഷം നോക്കി, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഗവൺമെന്റ് കൂടുതൽ ശക്തമായി പിണറായിയുടെ നേതൃത്വം മുന്നോട്ട് പോകുന്നു. എന്താണ് വികസനം കേരളത്തിൽ? അഭൂതപൂർവമായ വികസനം. ഗ്രാമീണ റോഡുകളൊക്കെ എത്ര മനോഹരം. ഞാൻ ഇങ്ങോട്ട് കടന്നു വരികയായിരുന്നു. IB സതീഷിന്റെയും സ്റ്റീഫന്റെയും മണ്ഡലത്തിലൂടെ കടന്നു വന്നപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. എത്ര നല്ല റോഡുകളാണ് പിണറായിയുടെ കാലത്തൂടെ പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കെല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള സ്വകാര്യ മേഖലയിലെ സംരംഭങ്ങൾ. എവിടെയാണ് കേരളത്തിൽ വികസനം വരാത്തത്? നോക്കൂ നിങ്ങൾ. അഭൂതപൂർവമായ വികസനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ ജനപിന്തുണ വർദ്ധിച്ചു. ക്ഷേമപ്രവർത്തനങ്ങൾ 2016 നമ്മുടെ ഗവൺമെന്റ് വരുമ്പോ കേരളത്തിൽ 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ, ആ പെൻഷൻ 27 മാസം കുടിശ്ശിക. പാവങ്ങൾക്ക് 600 രൂപ സമയത്ത് കൊടുക്കാത്ത ഉമ്മൻചാണ്ടിയുടെ UDF ആണ് ഇപ്പൊ പിണറായി ഗവൺമെന്റ് വിമർശിക്കുന്നത്. 1600 ആക്കി ഈ നിമിഷം വരെ മുടക്കം കൂടാതെ കേരളത്തിലെ 65 ലക്ഷം കുടുംബങ്ങളിൽ എത്തിക്കുന്ന ഒരു ഗവൺമെന്റ് വേണോ വേണ്ട എന്നുള്ളതാണ് ഇവിടെ ഇപ്പോ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്തെല്ലാം നടപ്പാക്കുന്നത്? വികസന രംഗത്തും
ക്ഷേമ പ്രവർത്തന രംഗത്ത് മാത്രമാണോ? ഈ 6 വർഷമുണ്ടായ പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവരെ, ഓഹി ഉണ്ടാക്കിയ പ്രതിസന്ധി, പ്രളയം, ആ പ്രളയത്തിന്റെ ഒരു പ്രതിസന്ധിയുടെ നേരിട്ട് അനുഭവിച്ചതാണ് ഞാൻ 2018. ഒരുപക്ഷെ കേരളം ഏറ്റവും കൂടുതൽ ചെങ്ങന്നൂരിനെയും എന്നെയും ശ്രദ്ധിക്കപ്പെട്ടത് 2018 ഇപ്പൊ രാജിവെച്ചപ്പോഴല്ല കേട്ട, അന്നാണ്. എത്ര ഭയാനകമായ പ്രളയം! ഈ കഴിഞ്ഞ 2.5 വർഷമായി നമ്മുടെ നാട്ടിലുള്ള കോവിഡ്, ലക്ഷോപലക്ഷം ആളുകൾ ലോകത്ത് മരിച്ചു. നിശ്ചയദാർഢ്യമുള്ള ഗവൺമെന്റ് നിലയിൽ ഈ കേരളത്തിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രതിസന്ധികളിൽ അവരെ സംരക്ഷിച്ചതിന്റെ ഫലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം കേരളത്തിലുണ്ടായത്. അപ്പോ കള്ളപ്രചരണങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താൻ വികസന രംഗത്ത്, ക്ഷേമ പ്രവർത്തന രംഗത്ത്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജാതിയും മതവുമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് പട്ടിണിയില്ലാത്ത ഒരു കേരളത്തെ ഉയർത്തിപ്പിടിച്ച് ലോകത്തിന് ഇന്ത്യക്ക് മാതൃകയായ നിരവധി പദ്ധതികൾ നടപ്പാക്കിയ ഒരു ഗവൺമെന്റിനെ ആക്ഷേപിച്ച് കള്ളപ്രചരണം നടത്തി എങ്ങനെ തകർക്കാൻ കഴിയുമെന്നാണ് വലതുപക്ഷവും മാധ്യമ മേഖലയിലെ ചില ആളുകൾ ചിന്തിച്ചത്. എന്തായിരുന്നു ആദ്യത്തെ ആരോപണം? ഭൂപതി വിവാദം. കേരളത്തിൽ മദ്യം നിർമ്മിക്കുന്ന കമ്പനികൾ അനധികൃതമായി ഇവിടെ അഴിമതി നടത്തി നിർമ്മിക്കുന്നു. എവിടെയെത്തി ഭൂപതി? വലിയൊരു ഓർക്കുന്നുണ്ടോ? ഞാനിതിപ്പോ പറയാൻ കാര്യം നിങ്ങളൊക്കെ മറന്നുപോയെന്ന് ഓർപ്പിക്കാൻ പറഞ്ഞത്. കാരണം ഇപ്പൊ അവസാനം നമ്മുടെ ബിരിയാണി ചെമ്പ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവിടെ കൊണ്ട് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഭൂപതി കേരളത്തിൽ മദ്യം, ബിയർ ഉണ്ടാക്കാനുള്ള സംരംഭങ്ങൾ എന്താണ് കേരളത്തിൽ? ഞാനതിനെ വിസ്തരിച്ച ഒരു ദിവസം വീടും ഞാൻ പറയുന്നില്ല. ഇവിടെ ഉപയോഗിക്കുന്ന മുഴുവൻ മദ്യവും, മദ്യം വേണ്ട എന്നല്ല ഇവര് പറയുന്നത്, അന്യ സംസ്ഥാനങ്ങളിലെ ഡിസ്റ്റിലറികളിൽ നിന്ന് വാങ്ങി ഇവിടുത്തെ ആൾക്ക് വിൽക്കുന്നതിന് പകരം ഇവിടെ ഉൽപ്പാദിപ്പിക്കുക എന്ന നിലപാടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിന് 2-3 സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കണം തീരുമാനിച്ചു. ഉടനെ നമ്മുടെ നാട്ടിൽ ആഘോഷമായി, ഉടനെ അഴിമതിയായി. അന്നത്തെ മന്ത്രി ടി പി രാമകൃഷ്ണൻ, സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഇത്ര സമർത്ഥനായ മന്ത്രി, ഒരാക്ഷേപത്തിന് ഇടവരുത്താതെ പ്രവർത്തിച്ച മന്ത്രി, ആ ഗവൺമെന്റിനെ ആക്ഷേപിക്കാൻ വേണ്ടി അന്ന് കൊണ്ടുവന്നതാണ് ഭൂപതി വിവാദം. മറന്നുപോയി കാണും, അതുകൊണ്ട് ഓർപ്പിച്ചതാണ്. അതിന്റെ കാറ്റുപോയി. സ്പ്രിംഗ്ലർ കേട്ടിട്ടുണ്ടാവുന്ന സ്പ്രിംഗ്ലർ, ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോരുന്നത് കേട്ടോ, യാതൊരു കാര്യമില്ല. ഈ സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത് എന്റെ ഒരു അധ്യാപകന്റെ മകന്റെ സ്ഥാപനം. മാവേലിക്കര ബിഷപ്പൂർ കോളേജ് അധ്യാപകനായിരുന്ന കെ പി തോമസിന്റെ മകൻ, അയാൾ അമേരിക്കയിലാണ്. പ്രതിപക്ഷം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നാണ് സ്പീക്കർ. എന്താണ് സ്പീക്കർ? കോവിഡ് കാലത്ത് വിവരശേഖരണം നടത്തുന്നതിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ നിർമ്മിച്ച് കേരളത്തിന് കൊടുക്കുന്നു എന്നതാണ് സ്പ്രിംഗ്ലർ കമ്പനി മുന്നോട്ട് വന്നത്. വിവരം ശേഖരിച്ച് കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള AWS ക്ലൗഡിലാണ് വിവരം ശേഖരിച്ച് സ്റ്റോക്ക് ചെയ്തത്. സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന മലയാളിയുടെ അമേരിക്കയിലെ കമ്പനി ഈ കോവിഡിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിൽ രോഗം നിശ്ചയിച്ച് ഏതെല്ലാം തരത്തിലുള്ള ചികിത്സയാണ് അവർ കൊടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് സൗജന്യമായി 10 പൈസ മേടിക്കാതെ കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്ന എന്റെ ഗുരുനാഥന്റെ മകന്റെ സ്ഥാപനമായ ഈ സ്പ്രിംഗ്ലർ കമ്പനി അമേരിക്കയിലെ സാമ്രാജ്യത്വമാണെന്ന് പറഞ്ഞ് ഇവർ ആക്ഷേപിച്ചു. നിങ്ങൾ മറന്നു കാണില്ല, അതുകൊണ്ട് ഞാൻ ഓർമ്മിച്ച അവസാനം ഗത്യന്തരമില്ലാതെ അവര് സലൂട്ട് അടിച്ചു പറഞ്ഞു.
കോവിഡ് കാലത്താണെന്ന് ഓർക്കണം. അടുത്തത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നിർമ്മാണം നടത്തുന്ന ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, തൊഴിലാളികളുടെ സ്ഥാപനം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 250 കോടി രൂപയുടെ പ്രവൃത്തി ടെൻഡറില്ലാതെ അവർ കൊടുത്തു. അവർക്ക് ടെൻഡർ വേണ്ട, സൊസൈറ്റിയാണ്. സൊസൈറ്റിയുടെ നിയമം അനുസരിച്ച് ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ഏറ്റവും നന്നായി പ്രവൃത്തി നടത്തുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പല പ്രവൃത്തികളും UDF കാലത്തും LDF കാലത്തും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാലത്ത് കൊടുത്ത പ്രവൃത്തികൾ വളരെ പ്രശ്നമായി. സൊസൈറ്റിയിൽ എങ്ങനെ ആരും നടത്തുന്നു? ഒരു സൊസൈറ്റി നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ബാക്കി വരുന്ന പണം സർക്കാരിലേക്ക് അവർ കൊടുക്കും. അതാണ് ഊരാളുങ്കൽ സൊസൈറ്റി. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവൃത്തി നടക്കുന്ന UDF MLA മണ്ഡലത്തിലാണ്. ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ കേരളത്തിൽ വ്യാപകമായ പ്രചരണം കൊണ്ടുവന്നു. ഗവൺമെന്റ് അട്ടിമറിക്കാൻ വേണ്ടി ഈ പ്രവർത്തനത്തെ ഉപയോഗിച്ചു. കാറ്റുപിടിച്ചില്ല. അടുത്തത് കിഫ്ബി. എന്താണ് കേരളത്തിന്റെ സ്ഥിതി? കേരളത്തിൽ 1 ലക്ഷം കോടി രൂപ ഒരു വർഷം ബഡ്ജറ്റ് വന്നാൽ, അല്ലെങ്കിൽ 5 വർഷം വന്നാൽ, ഈ സംസ്ഥാനത്ത് 80% പണം ശമ്പളം, പെൻഷന് വേണ്ടി മാറ്റിവെക്കും. വികസനം നടക്കുന്നില്ല. ലോകത്തെ പല രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 50 വർഷം നമ്മൾ പുറകിലാണ്. അപ്പൊ ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റ് വന്നപ്പോൾ ആലോചിച്ചു, മറ്റു ചില മേഖലകളിൽ നിന്ന് പണം കണ്ടെത്തി സംസ്ഥാനത്തെ ജനങ്ങളുടെ അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റണം, വികസനം നടക്കണം. അതിനുവേണ്ടിയാണ് മസാല ബോണ്ട്, അതിനുവേണ്ടിയാണ് മദ്യത്തിന്റെ സെസ്, അതിനുവേണ്ടി വാഹന നികുതിയുടെ 1%, അതിനുവേണ്ടി ചില കടം എടുത്ത് പലിശ കുറച്ചുള്ള കടങ്ങൾ, ഇത്തരത്തിൽ ശേഖരിക്കുന്ന വിഹിതം ഉപയോഗിച്ചുകൊണ്ട് 5-10 വർഷം കൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, നല്ല റോഡുകൾ കണ്ടില്ലേ, 70,000 കോടി രൂപയുടെ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ ഗവൺമെന്റ് തയ്യാറായി. ഈ പറയുന്ന UDF MLA-മാരുടെ ഒക്കെ മണ്ഡലത്തിൽ ഇഷ്ടം പോലെ കാശ് കൊടുത്ത് വികസനം ഒന്നും കഴിക്കുക. എവിടെയാണ് വികസനം നടക്കാത്തത്? ഉടനെ കിഫ്ബി എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ ഏതാണ്ട് വലിയ സംഭവമൊക്കെ കൊണ്ടെടുത്ത് നിയമസഭയ്ക്കകത്തും നിയമസഭ പുറത്തും പ്രതിപക്ഷം വലിയ അഴിമതിയാണ്. അതുകൊണ്ട് ഇപ്പൊ മലയാളി നല്ല റോഡ് സഞ്ചരിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സ്കൂളിൽ പഠിക്കുന്നു, നമ്മുടെ വീട്ടുകാർ നല്ല ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നു. നമ്മുടെ നാടിന്റെ എല്ലാ മേഖലയിലും സർവോന്മുഖമായ വികസന പ്രവർത്തനം കേരളത്തിൽ നടത്തുന്നു. കിഫ്ബി വന്നാൽ കേരളം തകരും. ഇവിടെ തകർന്നോ? കേരളം തകരുകയല്ല, കേരളം മുന്നോട്ട് പോവുകയാണ്. ഈ ആക്ഷേപമാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത്. ലാവ്ലി കേസ്, കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഉമ്മൻചാണ്ടി ഓർത്തോണം, മറന്നു പോകരുത്. കാവ്യനീതിയെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, 2016 നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അവസാനത്തെ ക്യാബിനറ്റിലാണ് കേന്ദ്ര BJP-യെ സുഖിപ്പിക്കാൻ, സഹായപ്പെടുത്തിക്കാൻ, പിണറായി വിജയനെ തകർക്കാൻ, ഇടതുപക്ഷത്തെ തകർക്കാൻ, CPM-നെ തകർക്കാൻ കള്ളൻ കേസാക്കി മാറ്റിയ, കോടതി തള്ളിക്കളഞ്ഞ, അന്വേഷണത്തിൽ ഒരു തെളിവില്ലാതെ പോയ ലാവ്ലിൻ കേസ് CBI-ക്ക് നിങ്ങൾ അന്വേഷണത്തിൽ വിട്ടു. എന്തായിരുന്നു കേരളത്തിൽ CBI അന്വേഷണം വിട്ടു? ആഘോഷിക്കുകയായിരുന്നല്ലോ 2014 തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. മറന്നുപോയോ? ആ ലാവ്ലിൻ CBI അന്വേഷണം എവിടെ പോയി? ചുരുട്ടിക്കോട്ടി കോടതി ബക്കറ്റിനകത്തിട്ടു, അടിയിലടക്കം ലാവ്ലിൻ ഇപ്പൊ കേൾക്കാറില്ല. മുഖ്യമന്ത്രിയുടെ ഭാര്യ, അവരെ ആക്ഷേപിച്ചുകൊണ്ട് എന്തെല്ലാം കള്ളപ്രചരണങ്ങളാണ് കേരളത്തിൽ കണ്ടടിച്ചു വിട്ടത്. അവർക്ക് സിംഗപ്പൂരിൽ വലിയ കമ്പനി ഉണ്ടെന്ന് വരെ പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? ഏതെങ്കിലും ഒരു പെട്ടിക്കട ആ പ്രിയപ്പെട്ട എന്റെ സഹോദരിക്കുണ്ടോ? ഞാൻ അഭിമാനത്തോടെ പറയുന്നു,
കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാര്യ, അവരെ പോലൊരു മാന്യായ സ്ത്രീ എത്ര മാത്രം ആക്ഷേപത്തിലാണ് വിധേയരായി ആക്ഷേപിച്ചത്. ആ ലാവ്ലി കേസ് എവിടെ പോയി? ഉമ്മൻചാണ്ടിയുടെ CBI പിന്നെ കണ്ടില്ലല്ലോ. അടുത്തത് സ്വർണ്ണക്കടത്ത്. സ്വർണ്ണക്കടത്ത് ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം അത് കടത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചെമ്പ് പാത്രത്തിൽ കയറി എത്തി. എന്താണ് സ്വർണ്ണക്കടത്തിന്റെ ഒരു നാൾവഴി? 2020 ജൂൺ മാസം 30 ഇതെല്ലാം ഞാൻ പറയുന്നത് ഓർക്കാൻ വേണ്ടി കേട്ടോ, ഓർത്തിട്ടാ മതി. ഞാൻ പ്രസംഗം കഴിയുമ്പോൾ പിന്നെ മനസ്സിൽ വിട്ടേക്കണം, കാരണം ഇതെല്ലാം അവസാനിച്ചു പോയ കാര്യം, കാറ്റുപോയ സാധനമാണ്. എന്നാലും ഓർക്കുന്നതല്ല. നയതന്ത്ര ബാഗിൽ സ്വർണ്ണമെത്തും. 2020 ജൂലൈ 5 30 കിലോ സ്വർണം കണ്ടെത്തുന്നു. ആര് കണ്ടെത്തി? കസ്റ്റംസ്. ആരുടെ സ്വർണം അറിയില്ല, ആരയച്ചത് അറിയില്ല. സ്വർണം കൊണ്ടുവന്നത് ആരാ? സ്വർണം. ഇതിനാവശ്യമായ മുഴുവൻ സഹായവും ചെയ്തു കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കസ്റ്റംസ്. ഈ സ്വർണം കടത്താൻ വേണ്ടി എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത് ഇവർ ജോലി ചെയ്ത നമ്മുടെ ഈ പറയുന്ന വിദേശ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്ഥാപനം. നമ്മളുമായിട്ടെന്താ ബന്ധം? ജൂലൈ 8 5 സ്വർണം കണ്ടെത്തുന്നു. ജൂലൈ 8 കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെന്റ് കത്തെടുത്തു. എന്താണ് കത്ത്? കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ സ്വർണം വിദേശകാര്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലൂടെ കടത്തിയ സ്വർണം എവിടെ നിന്ന് കൊണ്ടുവന്നു, ആര് കൊടുത്തുവിട്ടു, ആർക്ക് വേണ്ടി കൊടുത്തുവിട്ടു എന്നെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ അന്വേഷിക്കണം. ആരകത്ത് കൊടുത്തത്? 2028 ജൂലൈ 8 കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ജൂലൈ മാസം 11 10 കേന്ദ്ര ഏജൻസി NIA നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഏജൻസി അന്വേഷണം ആരംഭിച്ചു. 8 കത്ത് കൊടുത്തു, 10 അന്വേഷണം ആരംഭിച്ചു. ജൂലൈ മാസം 11 ഈ പറയുന്ന സ്വപ്ന സന്ദീപ് നായർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കൂടാതെ ശിവശങ്കർ, KT റമീസ് എന്നിവരെ ചോദ്യം ചെയ്യുന്നു. ജൂലൈ മാസം 19 മൂന്നാം പ്രതി ഫൈസൽ മലീദ് ദുബായിൽ കസ്റ്റഡിയിൽ എടുക്കുന്നു. ജൂലൈ 24 സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് 1 കോടി രൂപ കണ്ടെത്തുന്നു. ജനുവരി 5 ഓർത്തോണം, ജനുവരി 5 NIA കുറ്റപത്രം സമർപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരാക്ഷേപം മുഖ്യമന്ത്രിയെ പറ്റിയോ ഇടതുപക്ഷ മുന്നണി നേതാക്കന്മാരെ പറ്റിയോ ഗവൺമെന്റിനെ പറ്റിയോ ഇവർ പറഞ്ഞത് അന്വേഷിക്കാൻ വന്നവർ വെറുതെ വിടുമോ? അന്വേഷിച്ച് CBI, NIA, എൻഫോഴ്സ്മെന്റ്. ഈ കേരളത്തിൽ അന്വേഷിക്കാൻ ആരാണ്? കസ്റ്റംസ്. ഇവരെല്ലാം കൂടി പിണറായി വിജയന്റെ 4 പറമ്പിന്റെ 4 അയലത്തും നടന്ന് ചുറ്റുപാട് നടന്ന് ഉള്ള മണ്ണും എല്ലാം കുത്തി ഇളക്കി എല്ലാം നോക്കിയിട്ട് അവസാനം പിണറായിയുടെ ഒരു രോമത്തെ തൊടാൻ കഴിഞ്ഞില്ല എന്നതാണ് കേരളത്തിൽ സഖാവ് പിണറായി വിജയന്റെ ഗുണം. പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നത് അതാണ് പിണറായി. എന്താണ് സ്വപ്ന പറഞ്ഞത്? സ്വപ്ന മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞത് സ്വർണ്ണക്കടത്ത് മുഖ്യമന്ത്രി അറിയത്തില്ല. എന്നെ ജയിലിൽ വെച്ച് എന്റെ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ സമ്മർദ്ദം ചെലുത്തുന്നു. മുഖ്യമന്ത്രിയെ പേഴ്സണലായിട്ട് അറിയത്തില്ല. മുഖ്യമന്ത്രിയെ കാണാൻ പോയത് കോൺസുലേറ്റർ ജനറലോടൊപ്പമാണ്. ഇതൊക്കെ ആരാ പറഞ്ഞത്? ഈ കേസിൽ പ്രതി 22 പ്രാവശ്യം സ്വർണം കടത്തി
തട്ടിപ്പ് നടത്തിയ ഒരു സ്ത്രീ, ആ തട്ടിപ്പിന് ശേഷം ആ സ്ത്രീയെ എല്ലാ അർത്ഥത്തിലും ചോദ്യം ചെയ്ത കേന്ദ്ര പോലീസിന്റെ മുമ്പിൽ ആ സ്ത്രീ പറഞ്ഞ മൊഴികളാണ് ഞാനിവിടെ വായിച്ചത്. എന്നാൽ 2 വർഷത്തിൽ കാലയളവ് ഉൾക്കൊണ്ടിരിക്കുക 2021 നവംബർ 2-ാം തീയതി, അപ്പൊ 1 വർഷം കഴിഞ്ഞു. 21 നവംബർ 2-ാം തീയതി ഈ പറയുന്ന സ്ത്രീക്ക് ജാമ്യം ലഭിച്ചു. 2022 ഫെബ്രുവരി 4-ന് ഒരു ചെറിയ വാർത്ത ഈ സ്ത്രീ പത്രത്തിൽ കൊടുത്തു. ശിവശങ്കറുമായി അടുത്ത ബന്ധമുണ്ട് എന്ന വാർത്ത. 2022 ഫെബ്രുവരി 18 ഈ സ്ത്രീക്ക് ഒരു ജോലി കിട്ടുന്നു. ഡൽഹി ആസ്ഥാനമായ RSS നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഇതര സംഘടനയായ HRDS അതിന്റെ ഡയറക്ടറായി ഈ പറയുന്ന വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ അതിന്റെ ഡയറക്ടറായി അവർക്ക് ജോലി കൊടുത്തു. സ്വന്തം വീട് താമസിക്കാൻ, സ്വന്തമായ വണ്ടി, 1.5 ലക്ഷം രൂപ ശമ്പളം, എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് 22 തവണ സ്വർണം കടത്തിയ ആളിന് ജോലി കൊടുക്കുന്നു. ആര്? RSS നേതൃത്വം. 2022 ജൂൺ 7 ഈ പറയുന്ന സ്ത്രീ 164 പ്രകാരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഒരു രഹസ്യ മൊഴി കോടതി കൊടുത്തു. നോക്കൂ നിങ്ങൾ, 2020 ഒരു സംഭവത്ത് NIA അന്വേഷിച്ച്, കസ്റ്റംസ് അന്വേഷിച്ച്, ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും അന്വേഷിച്ച്, എൻഫോഴ്സ്മെന്റ് അന്വേഷിച്ച് 22 തവണ ഈ സ്ത്രീയുടെ നേതൃത്വത്തിൽ ഇവിടെ സ്വർണം കടത്തിയെന്നും ആ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം കോടതിയിൽ NIA കോടതി സമർപ്പിച്ച് അതിന്റെ വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അവർ ജാമ്യത്തിൽ പുറത്തു വന്ന് അവർക്ക് RSS നേതൃത്വ സ്ഥാപനത്തിൽ ജോലി കൊടുത്ത്, ആ ജോലി കൊടുത്തതിന് ശേഷം ജൂൺ മാസം 7-ാം തീയതി അവർ 164 പ്രകാരം കോടതിയിൽ ഒരു രഹസ്യമൊഴി കൊടുത്താൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കുറ്റവാളിയാവോ? ഇതാണ് എന്റെ ചോദ്യം. അതാണ് ഗൂഢാലോചന എന്ന് ഞാൻ പറഞ്ഞത്. നിരപരാധിയായ ഒരു മനുഷ്യൻ, തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യൻ ഈ കാലത്തും എല്ലാ ഏജൻസികളും അന്വേഷിച്ചിട്ട് ഒരു പഴുത് പോലുമില്ല, അന്വേഷിച്ച് നോക്കിയിട്ട് ഒന്നും തെളിയിക്കാൻ കഴിയാത്ത ഒരു വിഷയത്തിൽ മൊഴി കൊടുക്കും. അപ്പൊ എന്താണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ, UDF, അവർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം 1 പറഞ്ഞ് 2-ാമത് അപ്പൊ ഏറ്റെടുത്തു. എന്തു വന്നാൽ മുഖ്യമന്ത്രി കുടുംബത്തിനും സ്വർണ്ണക്കടത്തിൽ പങ്കു. ആ കുടുംബത്തെ പറ്റി എന്തെല്ലാം ആക്ഷേപങ്ങളാണ് പറയുന്നത്. ദുബായ് 100 ഇരട്ടി ബഡ്ജറ്റുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യത്തിലെ ഷെയ്ക്ക് രൂപ പിണറായി വിജയനെ കൊടുത്ത് വിട്ടു. ഇതൊരു സന്തോഷമായിരുന്നു. എന്നിട്ട് കൂട്ടത്തിൽ പറഞ്ഞു, മോക്കൊരു കമ്പനി തുടങ്ങാൻ സഹായിക്കണം, 2000 രൂപ കൊടുത്തു. പറയുന്നതിനൊരു ബുദ്ധി വേണ്ടേ? അടുത്തെന്താ? ദുബായ് ഷെയ്ക്ക് കേരളത്തിൽ വന്നു. ദുബായ് ഷെയ്ക്ക് കേരളത്തിൽ വന്നപ്പോ ദുബായ് ഷെയ്ക്ക് പോകേണ്ട വഴിയെല്ലാം മാറ്റിമറിച്ച് ഈ പറയുന്ന സ്വർണ്ണക്കടത്തുകാരെയും സംഘവും ക്ലിഫ് ഹൗസിലേക്ക് ഷെയ്ക്കിനെ കൊണ്ടുവന്നു. എങ്ങനെയുണ്ട്? ഈ രാജ്യത്തെ കടന്നു വരുന്ന ഒരു വിദേശ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ പ്രോട്ടോകോൾ തീരുമാനിക്കുന്നത് ആ രാജ്യവും ഈ രാജ്യവും കൂടിയാണ്. സ്വർണ്ണക്കള്ളക്കടത്തുകാരിക്ക് എന്താണ് ദുബായിലേക്ക് വന്നത്? അതിന്റെ പാരമ്പര്യത്തിൽ കേട്ടു. ക്ലിഫ് ഹൗസിൽ ദുബായ് ഷെയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് അംഗീകാരം, ദുബായ് ഗവൺമെന്റ് അംഗീകാരം ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. കേരളത്തിന്റെ ബഹുമാന്യ മുഖ്യമന്ത്രിയെ കാണാൻ ദുബായ് ഷെയ്ക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ പോയെങ്കിൽ കേരളം അഭിമാനിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് അഭിമാനിക്കുന്നത്. അതാണ് ഒരു ഭരണാധികാരിയുടെ വില. അവിടെ ചെന്നപ്പോ അദ്ദേഹത്തെ 10,000 രൂപയും കൊടുത്ത്, ചായയും കൊടുത്ത്, മുട്ടായും കൊടുത്ത്, 2 കപ്പലിന്റെ മുട്ടായും മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ചില സഹായമൊക്കെ ദുബായി നമുക്ക് വേണം കേട്ടാ. ഇതാണ് നിയമസഭയിൽ പുറത്ത് UDF പ്രസംഗിക്കുന്നു. എന്തെങ്കിലും പറയാം. പിന്നെ ഈ സ്ത്രീ പറഞ്ഞു ഒറ്റയ്ക്ക് ക്ലിഫ് ഹൗസിൽ പോയി. അത് ഇച്ചിരി കടുപ്പിയായിട്ടാണ്. അതെന്താ വെച്ചാൽ UDF പറഞ്ഞു കൊടുത്തതാ. പണ്ടത്തെ ക്ലിഫ് ഹൗസ് ആണ് ഇപ്പോഴത്തെ ക്ലിഫ് ഹൗസ് എന്നൊക്കെ വ്യത്യാസം അത് വെച്ച് പറഞ്ഞു. ആ ക്ലിഫ് ഹൗസ് ആണ് ഇപ്പോഴത്തെ ക്ലിഫ് ഹൗസ്. പണ്ട് അവിടെ നിന്ന് ഉമ്മൻചാണ്ടിയാണെങ്കിൽ ഇന്ന് അവിടെ ഇരിക്കുന്ന നട്ടലുള്ള ആണത്തുള്ള
നമ്മുടെ പിണറായി വിജയൻ. അപ്പോൾ ഒറ്റയ്ക്കൊന്നും അവിടെ ചെന്നിട്ടില്ല, ഒരു നടക്ക് പോലത്തും പറ്റില്ല. അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, കാരണം ഒന്നാമത് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി അതൊരു വാദമാണ്. പക്ഷെ എന്റെ നാട്ടുകാരിയാ സരഞ്ഞ, നിങ്ങൾക്ക് അറിയാനില്ല, നമ്മുടെ സ്വന്തം അയലോക്കമാണ്. അപ്പൊ അവരുടെ കാര്യമെല്ലാം ഈ നാട്ടിൽ അറിയാമോ? അവരെല്ലാം എന്നോട് പ്രാവശ്യം പറഞ്ഞ കാര്യം ഞാൻ എന്റെ മനസ്സിലുണ്ട്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന ഒരു വീടല്ല പിണറായി വിജയൻ ഇപ്പൊ താമസിക്കുന്നുണ്ട്. ഓർത്തോണെല്ലാരും മര്യാദകേട് പറയുന്നതിന് അതിലുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു വട്ടം ഉമ്മൻചാണ്ടിയുടെ കസര കയറിയിരുന്നു, ഐ ആം ദ സ്റ്റേറ്റ്, ഐ ആം ദ ചീഫ് മിനിസ്റ്റർ. അങ്ങനെ പിണറായി വിജയന്റെ കസരില്ലാതെ കയറിയിരിക്കില്ല. അങ്ങനെ ആളുകൾക്ക് പോകാൻ പറ്റുന്ന വീടുകൾ ഇവിടെ യൂണിയൻ പ്രചരിപ്പിക്കുന്നതല്ലേ. ഒറ്റയ്ക്ക് ഈ സ്ഥിതി അവിടെ പോയി ഡോളർ കടത്തി ബാഗിനകത്ത്. ഇവന്മാർ എന്തൊരു മണ്ടന്മാരാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഇപ്പൊ പിണറായി വിജയന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സജീവ അല്ലെങ്കിൽ ഈ നാഗരിക ഒരു പട്ടി കാശ് ഗൾഫിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഉമ്മാർക്ക് ഒരേ ഇപ്പോഴത്തെ മനസ്സിലായി. അവിടെ ഇങ്ങോട്ട് വെട്ടിക്കകത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിനൊക്കെ പറ്റിയ സംവിധാനങ്ങൾ ലോകത്തുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് തീരുമാനിച്ചാൽ മതി, അവിടെ പെട്ടിക്കകത്ത് കാശ് കിട്ടും. നമ്മൾ ഇവിടെ തീരുമാനിച്ചാൽ അവിടെ നിന്ന് പെട്ടിക്കകത്ത് കാശ് ഇങ്ങോട്ട് വരും. പിണറായി വിജയൻ ദുബായിലോട്ട് പോയപ്പോൾ ഒരു പെട്ടി എടുക്കുന്നു, അതിനകത്തോട്ട് നോട്ടെല്ലാം കൂടെ അടുക്കിങ്ങനെ വെക്കുന്നു, അതിന്റെ മണ്ടയ്ക്ക് പഞ്ചസാര പാത്രം എടുത്ത് വെക്കുന്നു. അതുകൊണ്ട് നേരെ പ്ലെയിനിൽ ചെല്ലുന്നു, കയറുന്നു, ദുബായിലോട്ട് കൊണ്ടുവന്നു, ഷെയ്ക്കിന് കൊടുത്തു, അല്ലെ നാട്ടിലേക്ക് കൊടുത്തു. പിന്നെ ഇങ്ങനെ ഇടക്കിടക്ക് കൊടുക്കും. പിന്നെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ സാധനം കൊടുക്കും, ഏതാ ഈ ഡോളർ അല്ലെങ്കിൽ ഇന്ത്യൻ മണി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് ഇപ്പൊ ജീവിക്കുന്നത് ധാരണ വേണം. ഇത് ഉത്തർപ്രദേശിൽ പറഞ്ഞാൽ പല വേഗമായിരിക്കും, പക്ഷേ ഈ കൊച്ചു കേരളത്തിൽ പറഞ്ഞേക്കാം. ഡോളർ കടത്ത്, ബാഗ്, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ പറയുന്നത് സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന സ്ഥാപനം. ഈ സ്പ്രിംഗ്ലർ അതിന്റെ പ്രധാനപ്പെട്ട ആള് പിണറായി വിജയൻ മുഖ്യമന്ത്രി മകൾ. എന്താണ് ഒരു നിയമസഭ UDF അംഗം നിയമസഭയിൽ പച്ചക്കള്ളം പറഞ്ഞു. അതിനെ ഞാൻ നിയമസഭ പ്രസംഗിക്കുകയും ചെയ്തു. പച്ചക്കള്ളം. ആളിനെ പറ്റി ഞാൻ പറയുന്നില്ല, അയാളുടെ ഗുണഗണങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. PwC എന്ന് പറയുന്ന ഒരു കൺസൾട്ടിംഗ് കമ്പനി ലോക ഈ PwCയെ സ്വാധീനിച്ചു ആര്? മുഖ്യമന്ത്രിയുടെ മകൻ. അങ്ങനെയാണ് സ്വപ്നയ്ക്ക് ജോലി. PwCയിലല്ല സ്വപ്ന ജോലി. അപ്പൊ പിണറായി വിജയനെ ആക്ഷേപിച്ച് നടന്നില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാര്യ, സ്വാധീയ ഭാര്യ ആക്ഷേപിച്ചില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ മകളെ ആക്ഷേപിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരാക്കൾ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി 10 വർഷം ജോലി ചെയ്ത ഏറ്റവും നല്ല IT പ്രൊഫഷണലാണ് പിണറായി വിജയന്റെ മകൾ വീണ. എന്റെ മക്കൾ ആരെങ്കിലും പഠിച്ചുപോയാൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റൊക്കെ അന്വേഷിക്കാം. നമ്മുടെയൊക്കെ മക്കളാരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരുടെ മക്കളാരെങ്കിലും നന്നായി മാർക്ക് മേടിച്ച് പഠിച്ച് നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടി 10 വർഷം കഴിയുമ്പോൾ സ്വന്തമായ ഒരു കമ്പനി ഉണ്ടാക്കി ആ IT മേഖലയിൽ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തിനാണ് ആ വീട്ടിലിരിക്കുന്ന പെൺകുട്ടിയെ ആക്ഷേപിക്കുന്നത്? എത്ര വയസ്സുള്ളവർക്ക്? നിങ്ങളുടെ ആരുടെയും ബുദ്ധിമുട്ടിക്കാൻ സ്ത്രീ വന്നോ? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും അധികാരങ്ങൾ ഏർപ്പെടുത്തുന്ന സ്ത്രീ വന്നോ? അവർക്ക് അവരുടെ കഴിവ്, അവർ പഠിച്ചത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി നടപ്പാക്കി. അവർ CPM ചേർന്നോ? അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നോ? അവരെവിടെ? കേരള നിയമസഭയിൽ എത്ര സന്ദർഭങ്ങളിൽ, കേരളത്തിന് പുറത്ത് എത്ര സന്ദർഭങ്ങളിൽ ഈ കഴിഞ്ഞ ഒരു ദിവസങ്ങളായി മുഖ്യമന്ത്രി മകളെയാണ് ആക്ഷേപിക്കുന്നത്? ആക്ഷേപല്ലേ? ഇങ്ങനെ ആക്ഷേപിച്ച്
നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അവസാനം രണ്ടാം ഘട്ടം, ഓരോ ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടത്തിൽ ഖുർആൻ നിങ്ങൾ മറന്നു കാണും, മറന്നോ? ഖുർആൻ, ഈന്തപ്പഴം, അത് രണ്ടും കഴിഞ്ഞു. ആദ്യത്തെ സിനിമ അത് മാറി, കാറ്റ് പിടിച്ചില്ല. ഇതേപോലൊരു ബിരിയാണി ചെമ്പ്, ഇതൊരു പ്രത്യേക ജനവിഭാഗവുമായി ബന്ധപ്പെടുത്തി കൂടിയാണെന്ന് ആലോചിച്ചോണം. ഏത്? ഈ ഖുർആൻ, നമ്മുടെ ഈന്തപ്പഴം, ഇപ്പോഴത്തെ ബിരിയാണി. ഓർത്തോ, ഇത് RSS അജണ്ടയാണ്. ഈ രാജ്യത്ത് RSSന്റെ അജണ്ട ഈ കേരളത്തിൽ UDF നടപ്പാക്കുന്നു. കാരണം BJPക്ക് നിയമസഭയിൽ ആരുമില്ല, ഉണ്ടായിരുന്നത് പോയി. അതാണല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോയിട്ട് ഇപ്പൊ കത്തിച്ച ദീപത്തെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോവയിലെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പോയി BJP. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ താമസിക്കാതെ പോകും. അതിന്റെ ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക ദിവസം. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രസംഗം തയ്യാറാക്കി നിലപാടുകൾ തയ്യാറാക്കുന്ന ഒരു മുന്നണിയായി കേരളത്തിലെ UDF മാറി. ഈ കേസിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ അന്വേഷിക്കേണ്ടത് ആരാണ് കൊടുത്തുവിട്ടത്, ആർക്ക് വേണ്ടിയാണ് ഈ സ്വർണം കൊണ്ടുവന്നത്, ആരെല്ലാമാണ് ഇതിൽ പങ്കാളികളായത് എന്നത് അന്വേഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വം BJPയുടെ കേന്ദ്ര ഗവൺമെന്റാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് അതിനെ വിമർശിക്കാൻ ഈ കേരളത്തിൽ UDF ഇല്ല. ഒരക്ഷരം BJPക്ക് പറയില്ല. മുട്ടടിക്കും കോൺഗ്രസുകാരുടെ പറഞ്ഞ. ഇടതുപക്ഷത്തെ ആക്ഷേപിക്കുക, നമ്മളുമായി യാതൊരു ഗുണബന്ധവും ഇല്ലാത്ത കാര്യം പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കും. ഇത് മാത്രമാണ് ആക്ഷേപം. ദുരിതാശ്വാസം, PPE കിറ്റ്, എന്തൊരു കഷ്ടമാണ്. ഇതിനു മുമ്പ് ഇവിടെ കോഡ് വന്നു. PPE കിറ്റ് നമുക്ക് അറിയാവും. ആ സമയത്ത് എവിടുന്നെങ്കിലും കിട്ടുന്നത് വാങ്ങി ഉടനെ അഴിമതി. എവിടെത്തി? ഭക്ഷ്യവസ്തുക്കൾ വീടുകളിൽ എത്തിച്ചു കൊടുത്തു. ലക്ഷോപലക്ഷം വീടുകളിൽ കിറ്റ് മറന്നുപോയില്ലല്ലോ. ഈയിടെ ഒന്ന് കിറ്റ് കിട്ടാത്തത് കൊണ്ട് മറന്നു പോകരുത്, ഓർത്തോണം. എല്ലാ വീടുകളിലും ഇങ്ങനെ മാസത്തോടും കിറ്റ് തരുമായിരുന്നു. പ്രതിസന്ധിയാണ്. ഉടനെ ഭക്ഷ്യവസ്തുക്കൾ കഴിപ്പിച്ച് കിറ്റ് കൊടുത്തത് അഴിമതി. ദുരിതാശ്വാസത്തിന്റെ നിധി സഹായങ്ങൾ അഴിമതി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജർമ്മനി, UAE, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പണം തരാൻ വേണ്ടി ഗവൺമെന്റുകൾ മുന്നോട്ട് വന്നപ്പോൾ അത് തടഞ്ഞവരാണ് ഈ രാജ്യം ഭരിക്കുന്ന BJP. അവിടുന്ന് ഇവിടുന്നും എല്ലാം ശേഖരിച്ച് ജനങ്ങൾ, കേരളത്തിലെ മലയാളി മനസ്സ് തുറന്ന് ഗവൺമെന്റിനെ സഹായിച്ച് ഒപ്പം നിന്നു. അങ്ങനെ കിട്ടിയ പണം കൊടുക്കാൻ പോലും സമ്മതിക്കില്ല, ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാൻ സമ്മതിക്കില്ല, പെൻഷൻ കൊടുക്കാൻ സമ്മതിക്കില്ല, കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് മേടിക്കാൻ സമ്മതിക്കില്ല. എന്ന് പറഞ്ഞാൽ രാജ്യത്ത് അഴിമതി, സമരം, ബഹളം, സംഘർഷം. നമ്മുടെ നാട്ടിൽ മരിച്ചുപോയ MLA-മാർ, മഹത് വ്യക്തികൾ, അവരുടെ കുടുംബങ്ങളൊക്കെ അനാഥമാണെന്ന് സഹായിക്കും. എന്റെ നാട്ടിൽ ഞാൻ 2018 മത്സരിക്കുന്ന പ്രിയപ്പെട്ട KK രാമേന്ദ്രൻ മരിച്ചുപോയി. വളരെ ദയനീയ അദ്ദേഹത്തിന്റെ കുടുംബം. മകന് സർക്കാർ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതാണ്. എന്തെല്ലാമാണ് ഈ നാട്ടിൽ ഉണ്ടാക്കിയത്. ഉഴവൂർ വിജയന്റെ കുടുംബത്തെ സഹായിച്ചു. ഇതിനു മുമ്പ് കൊടുത്തിട്ടില്ലേ? ഇവരുടെ പാർട്ടിയിൽപ്പെട്ടവർക്ക് കൊടുത്തു. ഉടനെ അഴിമതി, ഉടനെ സ്വജനപക്ഷപാതം, നാട്ടിൽ കലാപം. ആഴക്കടൽ മത്സ്യബന്ധനം മറന്നു പോകരുത്. അമേരിക്കൻ കമ്പനിയുമായി കരാർ. ചോടാ, ഞാനും വിചാരിച്ചിട്ടോ. ഞാൻ മന്ത്രിയായി ഇരിക്കേണ്ടത് എഴുതുന്നു. ആദ്യം കയറി ചെന്നപ്പോൾ തന്നെ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു, ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ ഫയൽ വെക്കണം. അപ്പൊ ഉടനെ തന്നെ അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ചു. മിനിസ്റ്റർ പറയുന്നു ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ ഫയൽ. ഉടനെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു, സാറേ ആഴക്കടലാണോ തീരക്കടലാണോ ഏത് കടലാണ്, അതോ ചാലാണോ നദിയാണോ ഏതാ പിടികിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ആഴക്കടൽ മത്സ്യബന്ധനം അമേരിക്കൻ കമ്പനി ഇന്ത്യയുടെ കേരളത്തിന്റെ കടല് കൊള്ളയടിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഗവൺമെന്റ് ഒപ്പുവെച്ച കരാറുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഒരു കരാർ വെച്ചു
ഒരു കരാർ ഇതാണ് കള്ളക്കഥ. 2016 വന്ന ഗവൺമെന്റ് 21 തകർക്കാൻ വേണ്ടി നടത്തിയ കൂടാതെ ഒരു കരാറില്ല. പക്ഷേ കുറച്ചു ദിവസം ക്യാമ്പയിൻ ചെയ്തു, അവസാനിച്ചു. ഹെലികോപ്റ്റർ വിവാദം എന്തൊക്കെയായിരുന്നു, ഞാൻ വിശദീകരിക്കേണ്ടതല്ലോ. ഇനി അതൊക്കെ പോട്ടെ, ആ ഷൈല ടീച്ചർ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ കണ്ണാടി മേടിച്ചു. ഈ MLA-മാർക്കും മന്ത്രിമാർക്കും ഒക്കെ ചികിത്സാ സഹായമുണ്ട്. മുൻ MLA കൊണ്ട് ഒരു കണ്ണാടി മേടിച്ചു. കണ്ണാടി വിവാദം ഏതാണ്ട് ഒരു 19 കോടി രൂപയുടെ കണ്ണാടി. ഏത് മുക്കാ പൈസയുടെ കണ്ണാടി? കണ്ണാടി വിവാദം. പ്രിയപ്പെട്ടവരെ, ഞാനതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ വിവാദങ്ങൾ സംഘർഷങ്ങൾ കേരളത്തിൽ ഉണ്ടാകാം. ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അക്ഷരം ഇടുന്നുണ്ടോ? നോട്ട് നിരോധനം കേന്ദ്രം നടപ്പാക്കി, എവിടെ എത്തി? പൗരത്വ ഭേദഗതി ബിൽ. എന്റെ പൊന്നോ, ഞാൻ ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ പറ്റി, ഈ ലേബർ കോഡിനെ പറ്റി പറഞ്ഞതാണ് ഞാൻ ഈ അവസ്ഥയിൽ ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടി വന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ ബുദ്ധക്കട വിജയൻ ഇപ്പോ ഇവിടെ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഫിഷറി സാംസ്കാരിക യുവജനക്ഷേമ മന്ത്രി ഇതാ ഘടന വരുന്നു എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും അങ്ങനെ പറഞ്ഞത് ഞാൻ മാവ് പിടിച്ച് മുമ്പോട്ട് പോയി അഴിമതി കയറി പോകുന്നു. ആകെ പറഞ്ഞത് പൗരത്വ ബില്ല് ശരിയല്ലെന്നാ പറഞ്ഞു. കർഷകർ രാജ്യത്ത് സമരം ചെയ്തു. കാർഷിക ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നു BJP ഗവൺമെന്റ്. ഇന്ത്യയിലെ കൃഷിക്കാരന്റെ വയറ്റ് ധരിക്കുന്ന ബില്ലിനെ ഇന്ത്യയിലെ കൃഷിക്കാർ സമരം ചെയ്തു. ഇവിടെ സമരമുണ്ടോ? UDF അഭിപ്രായം ഉണ്ടോ? 44 തൊഴിൽ നിയമങ്ങൾ. അതാണ് ഞാൻ പ്രസംഗിച്ച മറ്റൊരു കാര്യം. അത് 4ആയി കുറച്ചു, ചുരുക്കി. എന്താണ് തൊഴിൽ നിയമം? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാം, 8 മണിക്കൂർ ജോലിയൊക്കെ പോയി കേട്ടോ. ഇനി എവിടെ പോയി ജോലി ചോദിച്ചാൽ 8 മണിക്കൂർ അവർ പറയുന്ന സമയം ജോലി ചെയ്യണം. 15-20 മണിക്കൂർ ജോലി ചെയ്യേണ്ട സ്ഥിതിയാണ്. ജോലി സ്ഥിരതയില്ല, ജോലിക്ക് മാന്യമായി കൂലിയില്ല, ആനുകൂല്യങ്ങളില്ല, PF ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, പെൻഷൻ ഇല്ല. ഒരു മുതലാളിയുടെ കീഴിൽ ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന ഒരവകാശവും പുതിയ ലേബർ കോഡ് വഴി ഇല്ലാതായി.